കൊല്ലം CPM ജില്ലാ സമ്മേളനത്തിലെ വിമർശനങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കടുത്ത അതൃപ്തി. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ക്യാപ്റ്റനെ മാത്രം നിലനിർത്തുകയും പരിചയസമ്പന്നരായ മന്ത്രിമാരെ മാറ്റി നിർത്തുകയും ചെയ്ത ശേഷം ബന്ധുവിനെ മന്ത്രിയാക്കിയത് ശരിയല്ലെന്ന് CPM ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നിരുന്നു. CPMന് ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നൽകിയത് പിണറായി സർക്കാരാണ്. ഒന്നാം പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളായിരുന്നു ഇതിന് കാരണം. എന്നിട്ടും ശത്രുക്കൾ പരിഹസിക്കുന്നത് പോലെ ക്യാപ്റ്റൻ എന്ന പദം CPM ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നതാണ് പിണറായിയെ ചൊടിപ്പിക്കുന്നത്. റിയാസിനെ മന്ത്രിയാക്കുന്നത് ഇത് മാധ്യമ വിചാരണയ്ക്ക് ഇടയാക്കും എന്നറിയാമായിരുന്നിട്ടും തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയില്ല. KK ശൈലജ അടക്കമുള്ളവരെ മാറ്റി നിർത്തിയത് ശരിയായില്ലെന്നും പിണറായിക്കെതിരെ വിമർശനം ഉയർന്നു. മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പദവിയെ ചൊല്ലി ഉയർന്ന വിമർശനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യം ചൂണ്ടിക്കാണിച്ച് എതിർവാദവും ഉയർന്നു. പ്രതിപക്ഷത്തിന് സമാനമായി തുടർഭരണം നൽകിയ നേതാവിനെ കളിയാക്കുന്നുവെന്ന വിമർശനം ശക്തമാണ്. ഇതിന് പിന്നിൽ ചില ലോബികളുണ്ട്. രണ്ടാം പിണറായി സർക്കാർ വന്നതോടെ എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥ മേധാവിത്വം പിടിമുറുക്കി. വിരമിക്കുന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരെ ഉന്നത സ്ഥാനങ്ങളിൽ കുടിയിരുത്തിയ ഇന്ദിരാഗാന്ധിക്കെതിരെ പ്രതിഷേധിച്ചവരാണ് നമ്മൾ. ഇപ്പോൾ പാർട്ടിയുടെ സർക്കാർ ഇതേ കാര്യം ചെയ്യുന്നു. ഭൂലോക തട്ടിപ്പുകാരൻ മോൻസൺ മാവുങ്കലിന്റെ തിണ്ണ നിരങ്ങുന്നവരെ വരെ വീണ്ടും നിയമിച്ച് പ്രതിനിധികൾ വിമർശിച്ചു. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിൽ വൻ അഴിമതിയാണെന്നും കൊല്ലത്ത് പരിഹാസം ഉയർന്നു. ഇത് മറ്റ് ജില്ലകളിലും ആവർത്തിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ വിമർശനങ്ങളെ എടുക്കും. കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ വിമർശകരെ പരമാവധി ഒഴിവാക്കാനാണ് തീരുമാനം. CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ മന്ത്രിസഭയ്ക്കും ആഭ്യന്തര വകുപ്പിനും രൂക്ഷ വിമർശനം ഉയർന്നു. പോലീസിന്റെ വീഴ്ചകൾ അവസാനിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പിന് കഴിയുന്നില്ല എന്ന് പ്രതിനിധികളും. കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത രൂക്ഷമായതിൽ ജില്ലാ നേതൃത്വത്തിനും പങ്കെന്ന് വിമർശനം ഉയർന്നു. ഈ മറുപടിയിൽ പിണറായിക്ക് വേണ്ടിയുള്ള പ്രതിരോധം ഉണ്ടാകും. രണ്ടാം ദിനത്തിലെ പ്രതിനിധി ചർച്ചയിലാണ് ആഭ്യന്തര വകുപ്പിനും സംസ്ഥാന മന്ത്രിസഭയ്ക്കും ജില്ലാ നേതൃത്വത്തിനും എതിരെ പ്രതിനിധികൾ രംഗത്തെത്തിയത്. മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന്റെ കെടുകാര്യസ്ഥതയെ പ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. കിളിക്കൊല്ലൂരിൽ സൈനികനെയും സഹോദരനെയും പോലീസ് മർദ്ദിച്ച വിഷയം ഉൾപ്പെടെ ഉന്നയിച്ചായിരുന്നു വിമർശനം. പോലീസിനെ നിലയ്ക്ക് നിർത്താൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ പാർട്ടി ഇടപെടണം എന്ന് അംഗങ്ങൾ. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ നിന്ന് മുൻപരിചയമുള്ളവരെ ഒഴിവാക്കിയത് തിരിച്ചടിയായി. പുതുമുഖങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയ മന്ത്രിസഭ പരാജയമെന്നും അഞ്ചാലമൂട്ടിൽ നിന്നുള്ള പ്രതിനിധികൾ വിമർശിച്ചു. നേതാക്കന്മാരുടെ തലക്കനം പാർട്ടി പ്രവർത്തകർക്ക് അവരെ അപ്രാപ്തരാക്കുന്നു. നേരിൽ കണ്ടാൽ പത്രം ചേർത്തോ അതുപോലെ ഫണ്ട് സ്വരൂപിച്ചോ എന്ന് മാത്രമാണ് ചോദ്യം. നീയും നിന്റെ കുടുംബവും എങ്ങനെ കഴിയുന്നു എന്നൊരു അന്വേഷണമേ ഇല്ല. എല്ലാവർക്കും ജാടയും മസിൽപിടുത്തവുമാണ്. ഇതാണ് കമ്മ്യൂണിസ്റ്റ് ശൈലി. മുസ്ലിം ലീഗ് കോൺഗ്രസുമായി അകലാൻ തുടങ്ങിയാൽ ലീഗ് മതനിരപേക്ഷ പാർട്ടിയാകും. കോൺഗ്രസുമായി ഇണങ്ങിയാൽ വർഗീയവാദികളായി മാറും. ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന സംസ്ഥാന നേതൃത്വത്തിന് എന്ത് വിശ്വാസ്യതയാണ് ഉള്ളത് എന്ന് വിമർശനങ്ങൾ ഉയർന്നു.